കേരളത്തിന്റെ ആത്മീയ ഹൃദയമായ ശബരിമല സന്നിധാനം ഇന്ന് വലിയൊരു വിവാദത്തിന്റെ നിഴലിലാണ്. അയ്യപ്പസ്വാമിക്ക് ഭക്തർ സമർപ്പിച്ച തങ്ക അങ്കിയും സ്വർണ്ണാഭരണങ്ങളും കാണാതായതും അതിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നുവെന്നുമുള്ള വെളിപ്പെടുത്തലുകൾ ഭക്തലക്ഷ്യങ്ങളെ വേദനിപ്പിക്കുന്നു. എന്നാൽ ഈ ദുരന്തം 10 വർഷം മുൻപേ പ്രവചിക്കപ്പെട്ടിരുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. 2014 നടന്ന ദേവപ്രശ്നത്തിൽ വിധിവാക്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇന്ന് പുലരുകയാണോ എന്ന് വിശ്വാസികൾ അത്ഭുതപ്പെടുന്നു. 2014 ജൂൺ 18 സന്നിധാനത്ത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതന്മാരായ ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കുറ്റനാട് രാവുണ്ണി പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ദേവപ്രശ്നം നടന്നത്. അന്ന് തെളിഞ്ഞ വിധിവാക്യങ്ങൾ ഭീതിജനകമായിരുന്നു. ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ടവർക്കും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നവർക്കും വലിയ തോതിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ജയിൽവാസം അവരെ അനുഭവിക്കേണ്ടി വരുമെന്നും അന്ന് പ്രശ്നചിന്തയിൽ തെളിഞ്ഞിരുന്നു. അയ്യപ്പസ്വാമിയുടെ ചൈതന്യത്തിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ക്ഷേത്രത്തിനകത്ത് നടക്കുന്നുണ്ടെന്നും അത് വലിയ രീതിയിലുള്ള മാനഹാനിക്ക് കാരണമാകുമെന്നും അന്ന് പ്രവചിക്കപ്പെട്ടു. ദേവസ്വം അധികാരികളും ക്ഷേത്ര ജീവനക്കാരും ക്ഷേത്ര മര്യാദകൾ ലംഘിക്കുന്നതായും സ്വാമിക്ക് സമർപ്പിച്ച നിവേദ്യങ്ങളിലും ദ്രവ്യങ്ങളിലും അശുദ്ധി കടന്നുകൂടിയതായും അന്ന് കണ്ടെത്തിയിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം സ്വർണ്ണക്കൊള്ള കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരും പൂജാരിമാരും അഴിക്കുള്ളിലായപ്പോൾ അന്ന് കണ്ടത് വെറുമൊരു പ്രവചനമല്ല, മറിച്ച് വരാനിരിക്കുന്ന വിനാശത്തിന്റെ വിരൽച്ചൂണ്ടലായിരുന്നുവെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. 2014 ദേവപ്രശ്ന വിധിപ്രകാരമാണ് ശബരിമലയിലെ കൊടിമരം മാറ്റാൻ തീരുമാനിച്ചത്. പഴയ കൊടിമരത്തിന് ദോഷമുണ്ടെന്നും അത് ഭക്തർക്കും ഭരണാധികാരികൾക്കും ദോഷകരമാകുമെന്നും അന്ന് കണ്ടിരുന്നു. ഇതിനെ തുടർന്ന് 2017 പുതിയ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചു. എന്നാൽ ഭൗതികമായ ഈ മാറ്റങ്ങൾ കൊണ്ട് മാത്രം ദേവകോപം മാറില്ലെന്നും ഭരണപരമായ കാര്യങ്ങളിൽ സുതാര്യതയും ഭക്തിയും വേണമെന്നും അന്നത്തെ ജ്യോതിഷികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് അവഗണിക്കപ്പെട്ടതാണ് ഇപ്പോഴത്തെ പതനത്തിന് കാരണമെന്നും പറയപ്പെടുന്നു. ശബരിമലയിലെ മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിയമനവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ദേവപ്രശ്ന വിധിയുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. മതിയായ പശ്ചാത്തല പരിശോധനകളില്ലാതെ ഇത്തരം ഉന്നത പദവികളിൽ ആളുകളെ നിയോഗിക്കുന്നത് ക്ഷേത്രത്തിന് ദോഷകരമാകുമെന്ന് 2014 തന്നെ പരാമർശമുണ്ടായിരുന്നു. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന പേരുകൾ അന്നത്തെ ആ പ്രവചനത്തിന്റെ ബാക്കി പത്രമാണെന്ന് വിശ്വാസികൾ കരുതുന്നു. ക്ഷേത്രത്തിന്റെ പരിശുദ്ധി കാക്കേണ്ടവർ തന്നെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് ദേവകോപത്തിന് കാരണമാകുമെന്ന വിശ്വാസം ഭക്തർക്കിടയിൽ ശക്തമാണ്. സ്വർണ്ണക്കൊള്ള കേസ് രാഷ്ട്രീയമായി വലിയ ആയുധമായി മാറിക്കഴിഞ്ഞു. ഈ കേസിൽ തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതിനെതിരെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രൂക്ഷമായി പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷം നടത്തുന്ന നാടകമാണിതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ക്ഷേത്രത്തിലെ ആഭരണങ്ങളുടെ സ്വർണത്തിന്റെയോ കണക്ക് സൂക്ഷിക്കുന്നതിലോ കൈകാര്യം ചെയ്യുന്നതിലോ മന്ത്രിക്ക് നേരിട്ട് ഉത്തരവാദിത്തമില്ലെന്നും അത് ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന അന്വേഷണത്തിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സത്യം പുറത്തു വരുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു. എങ്കിലും സഭയ്ക്കകത്തും പുറത്തും കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ശക്തമാണ്. സ്വർണം കാണാതായ കാലയളവിൽ അദ്ദേഹം മന്ത്രിയായിരുന്നുവെന്ന വസ്തുതയാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അതീവ രഹസ്യമായാണ് അന്വേഷണം നടത്തുന്നത്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലെ കണക്കുകളും വർഷങ്ങളായുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളും തമ്മിലുള്ള വലിയ അന്തരമാണ് അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചത്. പല വർഷങ്ങളിലെയും സ്വർണത്തിന്റെ കൃത്യമായ കണക്കുകൾ രജിസ്ട്രാറുകളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതായും പേജുകൾ കീറി മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ജയിലിനുള്ളിലെ പ്രതികൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ചില രാഷ്ട്രീയ നേതാക്കളിലേക്കും വിരമിച്ച ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളുകയാണ്. ക്ഷേത്രത്തിലെ മുഴുവൻ ആഭരണങ്ങളും പുനർസർവേ നടത്താനും ഓരോന്നിന്റെയും തൂക്കം പരിശോധിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇതിലൂടെ മാത്രമേ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കൃത്യമായ അളവ് കണ്ടെത്താൻ സാധിക്കൂ. ശബരിമലയിലെ ഓരോ പ്രശ്നവും കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ വൈകാരികമായി ബാധിക്കുന്ന ഒന്നാണ്. സ്വർണ്ണക്കൊള്ള എന്നത് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യമായി ഭക്തർ കാണുന്നില്ല. അത് അയ്യപ്പനോട് കാണിച്ച കൊടും ചതിയായാണ് അവർ വിലയിരുത്തുന്നത്. ദേവസ്വം ബോർഡിന്റെ രാഷ്ട്രീയവൽക്കരണമാണ് ഇത്തരം അഴിമതികൾക്ക് കാരണമെന്നും ക്ഷേത്രഭരണ ഭക്തരെ ഏൽപ്പിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ വീണ്ടും ശക്തമാകുന്നു. 2014 വിധി പറഞ്ഞ ജ്യോതിഷ പണ്ഡിതന്മാരുടെ വാക്കുകൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. അയ്യപ്പന്റെ സമ്പത്ത് കവരുന്നവർ തലമുറകളോളം അതിന്റെ ദുരിതം അനുഭവിക്കുമെന്ന വരികൾ ഭക്തർക്കിടയിൽ വലിയ ചർച്ചയാകുന്നു. ജയിലിലായവരുടെ അവസ്ഥയെ ദേവകോപത്തിന് തെളിവായി അവർ നിരത്തുന്നു. ഈ വിവാദം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാകും. ശബരിമല വിഷയത്തിൽ മുൻപുണ്ടായ യുവതി പ്രവേശന വിവാദം പോലെ തന്നെ സ്വർണ്ണക്കൊള്ളയും ഭരണപക്ഷത്തിന് വലിയ തലവേദന സൃഷ്ടിക്കും. ഭക്തരുടെ വോട്ട് ബാങ്കിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ പ്രതിപക്ഷം ഈ വിഷയത്തെ പരമാവധി ഉപയോഗിക്കും. അതേസമയം ദേവസ്വം ബോർഡ് തങ്ങളുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഠിനമായ ശ്രമത്തിലാണ്. പുതിയ സുതാര്യമായ ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും സംവിധാനത്തെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കുക എന്നത് എളുപ്പമാകില്ല. സത്യം മാത്രം ജയിക്കുമെന്ന അയ്യപ്പ തത്വത്തിന് മുന്നിൽ ഇപ്പോൾ അഴിമതിയുടെ കരുനിഴൽ നീങ്ങുകയാണ്. 10 വർഷം മുൻപത്തെ ദേവപ്രശ്ന വിധി സത്യമാവുന്നത് ആത്മീയ ലോകത്തിന് അത്ഭുതമായിരിക്കാം. എന്നാൽ അത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. ദൈവത്തിന്റെ പേരിൽ അഴിമതി നടത്തുന്നവർ എത്ര ഉന്നതരായാലും അവർക്ക് നിയമത്തിന്റെയും ദൈവത്തിന്റെയും കോടതിയിൽ നിന്നും ശിക്ഷ ലഭിക്കുമെന്ന
പാഠമാണ് ശബരിമലയിലെ ഈ സംഭവ വികാസങ്ങൾ നമുക്ക് നൽകുന്നത്. അന്വേഷണം അതിന്റെ പൂർണ്ണതയിൽ എത്തുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ അയ്യപ്പ ഭക്തരുടെ മനസ്സിലെ മുറിവ് ഉണങ്ങുകയുള്ളൂ.